ഇസ്രായേലിലേക്ക് നീളുന്ന തുരങ്കങ്ങൾ കണ്ടെത്താൻ സാധിച്ചുവെന്നും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് IDFന്റെ സൈനിക മേധാവി നദ്വി ഷോഷാനി പറഞ്ഞത്. തങ്ങൾ ഗസയുടെ വ്യത്യസ്ത മേഖലകളിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന പരിശോധന തുരങ്കവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതും പരമാവധി തങ്ങൾക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന വിവരവുമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ രാജ്യത്തിന്റെ അകത്തേക്ക് തുരന്നു പോകുന്ന തുരങ്കങ്ങളാണ് ഗസയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. എന്നാൽ ചിലതെല്ലാം അടക്കപ്പെട്ട രീതിയിലാണ്, ചിലതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിലൊന്നാണ് തങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. 360 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നീളത്തിലും വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും ഒക്കെ പല കോലത്തിലും പല രീതിയിലുമാണ് സംഭവം ഇങ്ങനെ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അത് തുരങ്കം കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ തകർത്തിരിക്കുന്നു. ഇനി അത് ഉപയോഗശൂന്യമാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവാത്ത പ്രധാനമായിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന്, ഹമാസിന്റെ കൈവശത്തിലേക്ക് എങ്ങനെയാണ് ആയുധങ്ങൾ എത്തുന്നത്, എവിടെയാണ് അവർ സൂക്ഷിക്കുന്നത്, ആരാണ് ഇത് കൊടുക്കുന്നത്, ഏത് വഴിയിലൂടെയാണ് ഗസയുടെ അതിർത്തി കടന്നുകൊണ്ട് എത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 40-അധികം രാഷ്ട്രങ്ങളുടെ സൈനിക സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആയുധ സഹായത്തോടു കൂടിയാണ് ഗസക്ക് നേരെ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഗസ ഇസ്രായേലിനെതിരെ പോരാടുന്ന സമയത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്ന ഒരു വിവരം ഇതുവരെ ഔദ്യോഗികപരമായിട്ട് പുറത്തു വന്നിട്ടില്ല. അത് ഇസ്രായേലിന് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട്, നുഴഞ്ഞു കയറിയിരിക്കുന്ന ഹമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ ഹമാസിന്റെ തീവ്ര വിഭാഗക്കാർ ഇസ്രായേലിന്റെ അകത്തുള്ളവർ മുഴുവനായിട്ട് തിരിച്ചു പോന്നിട്ടില്ല. ആ സമയത്തുള്ള സംഭവമാണ് 2021 ഒക്ടോബർ 7 ആക്രമണത്തോടനുബന്ധിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം കൂടി അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഒക്ടോബർ 7 അക്രമത്തോടു കൂടി അവർ ബന്ദോബസ്താക്കുകയും വലിയ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന ആളുകളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ അതിനവർ പറയുന്ന കാര്യം, പിന്നീട് അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്, ഒരു പക്ഷേ ഇസ്രായേലിലേക്ക് നീണ്ടുകിടക്കുന്ന തുരങ്കം വഴി അവർ ഗസയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അതൊരു അനുമാനമാണ്. എന്നാൽ ഏറെക്കുറെ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഈ തുരങ്കം കണ്ടെത്തിയത് എന്നാണ് IDFന്റെ മേധാവിയുടെ നിരീക്ഷണം. അദ്ദേഹം പറയുന്നു, ഈജിപ്തിലേക്ക് അതേപോലെ തന്നെ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഇങ്ങനെ തുരങ്കങ്ങളുണ്ട്, ലെബനാനിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യഭാഗങ്ങളോ അല്ലെങ്കിൽ ആരംഭ ഭാഗങ്ങളോ ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അത് മറ്റു പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടക്കം ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ്. ചില മേഖലകളിലൊക്കെ ഇസ്രായേലിന്റെ സൈനിക ടാങ്കുമായിട്ട് ഗസക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായ രീതിയിൽ ഇത്തരം ബങ്കറുകളിൽ നിന്ന് അവർ പുറത്ത് ചാടുകയും ആക്രമിക്കുകയും അങ്ങനെ ടാങ്കറുകളൊക്കെ നശിപ്പിച്ച ശേഷം ഇതേ ബങ്കറിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. അത് പല ഘട്ടത്തിലും വീഡിയോയിലൂടെ തന്നെ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ചില ഏരിയകളൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഏരിയയിൽ അവർ ഉപയോഗിക്കുന്ന ബങ്കറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരം അജ്ഞാതമാണ് എന്നും അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കാൻ യൂനിസിന്റെ പരമാവധി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധനകളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ യുദ്ധങ്ങളും ഇപ്പോൾ നടക്കുന്നു. വലിയ ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. ഇസ്രായേൽ സൈന്യം അത് പുറത്തു വിടുന്നില്ല എന്ന് മാത്രം. അവര് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ബന്ദികൾ ഒളിപ്പിച്ചിരിക്കുന്ന മേഖലയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പരിശോധന നടത്തിയിട്ടും അവർക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ നിരാശയും വലിയ മാനസികപരമായിരിക്കുന്ന പ്രയാസവും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇത്തരം ബങ്കറുകൾ തങ്ങൾ കണ്ടെത്തിയ ബങ്കറുകൾക്ക് നശിപ്പിക്കുന്നു. എന്നാൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും യഥാർത്ഥത്തിൽ IDF സംഘത്തിന് 2 അഭിപ്രായമാണ് എന്നുള്ളതാണ്. നശിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്താണ് ബന്ദികൾ ഉള്ളത് എങ്കിൽ അവർ തൽക്ഷണം മരണപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 20-ലധികം ബന്ദികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. അതിൽ യാഥാർത്ഥ്യം എത്രയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ അവരുടെ കൈവശത്തിൽ 53ഓളം ബന്ദികളുണ്ട്. അതിൽ 30-ലധികം ആളുകൾ മരണപ്പെട്ടവരാണ്, മൃതദേഹമാണുള്ളത്. ശേഷിക്കുന്ന 20 പേർക്ക് വേണ്ടിയിട്ടാണ് പല ഘട്ടങ്ങളിലും മധ്യസ്ഥർ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ അതിനും അപ്പുറമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ.
അപ്പോൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. കണ്ടെത്തണമെങ്കിൽ ബന്ദികളെ കണ്ടെത്തണം, ആയുധങ്ങൾ കണ്ടെത്തണം, ഇതിൻ്റെ ബങ്കറുമായി ബന്ധപ്പെട്ടതിൻ്റെ ആരംഭത്തെക്കുറിച്ച് അറിയണം. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് അറിവ് കാര്യങ്ങളൊക്കെ ഗസക്കകത്തിൽ നിന്ന് ഇസ്രായേൽ കിട്ടാറുണ്ട്. അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ബങ്കറുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ഗസയുടെ മേലെ ഒരു വിജയമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന മാർഗങ്ങളാണ് എന്നാണ് ചില അറബ് പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നത്.